രാവിലെ 6 മണിക്കുള്ള വ്യൂ ആണ്. ഇവിടെയൊക്കെ രാവിലെ 4:30 ആകുമ്പോൾ തന്നെ വെളിച്ചം വീണ് തുടങ്ങും കേട്ടോ. 5 മണിയാകുമ്പോഴേക്കും നല്ല വെളിച്ചമാവും. ലിഡർ റിവർ ഇങ്ങനെ ഒഴുകുന്നു. നമ്മുടെ ക്യാമ്പ് ഇതാ. പിന്നെ രാത്രി ആവുന്ന എത്ര മണിക്കാണെന്നറിയോ? 8 മണിക്കാണ് രാത്രി. രാവിലെ തന്നെ കുതിരകളൊക്കെ റെഡിയാക്കുവാണ് കേട്ടോ. നമ്മുടെ ടെൻറ്റും ബാക്കി സാധനങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ കയറ്റിയാണ് അടുത്ത ക്യാമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ സമയം 8:15. നമ്മൾ സെക്കൻഡ് ഡേ ലിദ്ദർവത്ത് ക്യാമ്പിൽ നിന്ന് നെക്സ്റ്റ് ക്യാമ്പിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഇന്ന് 6 കിലോമീറ്ററാണ് ടോട്ടൽ നമുക്ക് കവർ ചെയ്യേണ്ടത്. പക്ഷേ കുറച്ചുകൂടി നല്ല കയറ്റമുണ്ട്. നമ്മളൊരു 10 മിനിറ്റ് കയറി അപ്പോഴേക്കും നല്ലൊരു ആകാശ ദൃശ്യം കാണാൻ തുടങ്ങി കേട്ടോ. നമ്മൾ താമസിച്ച ടെൻ്റൊക്കെയാണ് കാണുന്നത്. നമ്മളൊരു അരമണിക്കൂർ മുകളിലേക്ക് കയറി കേട്ടോ. അപ്പോൾ അതായത് സ്നോ ഒക്കെ കാണാൻ തുടങ്ങി. ഗ്ലേഷ്യർ പോലെ ചെറിയ പാച്ചസ്. നല്ല രീതിയിൽ ആൾട്ടിറ്റ്യൂഡ് ഗെയിൻ ചെയ്തിട്ടോ. നമ്മൾ കുത്തനെയുള്ള കയറ്റമായിരുന്നു. ഇന്ന് മഴ പെയ്യാനൊരു ചാൻസ് ഉണ്ട് കേട്ടോ. ഇന്നലെ രാത്രിയൊക്കെ മഴ ഉണ്ടായിരുന്നു. നമ്മൾ ടെൻറ്റിൽ കിടക്കുമ്പോൾ ഇതുണ്ടോ ഫുള്ള് മൂടിക്കെട്ടി നിൽക്കുക. ഒരു മണിക്കൂറായി നടക്കാൻ തുടങ്ങിയിട്ട്. വ്യൂസ് ആർ ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. 1 മണിക്കൂറോളം നല്ല കയറ്റം വരുന്നു കേട്ടോ. അപ്പോൾ ചെറിയൊരു ആശ്വാസമുണ്ട്. ഒരു പ്ലെയിൻ സ്ഥലത്തൂടെ നടക്കാം കുറച്ച് നേരം. ഇനി കുറച്ച് റോക്ക് ക്ലൈമ്പിങ്. ഈ പാറയുടെ മുകളിലൂടെ കയറണം. ഗ്രിപ്പുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ട്രീ ലൈൻ നമ്മുടെ പിന്നിൽ അവസാനിച്ചു കേട്ടോ. അതായത് ഇപ്പോൾ കുറച്ച് ഓപ്പൺ സ്ഥലമായി. എനിക്ക് തോന്നുന്നു നല്ല കാറ്റുള്ള സ്ഥലമാണ് ഇവിടെ. മഴ പെയ്യാനുള്ള നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ഫുള്ള് ഇതാ മേഘം മഞ്ഞൊക്കെ വന്ന് മൂടി. ഇനി കുറച്ച് വാട്ടർ ക്രോസിംഗ് ഒക്കെ ഉണ്ട്. സൈഡിലൂടെ പോവാം. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു ഗ്ലേഷ്യർ കണ്ടോ? അതിൻ്റെ അടിയിൽ കൂടിയാണ് ഈ വെള്ളമെല്ലാം പോകുന്നത്. നമ്മളിപ്പോഴേ 3148 മീറ്റർ ഹൈറ്റിലെത്തി കേട്ടോ. അപ്പോൾ ഏതാണ്ട് 2 മണിക്കൂറായിട്ടോ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട്. കുത്തനെയുള്ള കയറ്റമൊക്കെ ഒരുവിധം അവസാനിച്ചെന്ന് തോന്നുന്നു. ഇനി കുറച്ച് നേരം ഒരു ചെറിയ ബ്രേക്ക് എടുക്കാനിരുന്നതാണ്. ഇനി നമുക്ക് റിവർ ക്രോസ് ചെയ്യണം കേട്ടോ. ലിദ്ദർ റിവർ ക്രോസ് ചെയ്യാൻ പോകണം നമ്മൾ. മരത്തിൻ്റെ പാലമാണ്. പാലം ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. വെള്ളത്തിൻ്റെ ഒഴുക്ക് കണ്ടോ?
മഞ്ഞുരുകി വരുന്ന വെള്ളമാണ് മുകളിൽ നിന്ന്. അടുത്ത പാലം. ഒരുപാട് സ്ട്രീംസ് ഒഴുകി വരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം മഞ്ഞുരുകി വരുന്നതാണ്. പിന്നെ ഇത് ഈ കുന്നിലൊക്കെ കണ്ടോ ചെറിയ ചെറിയ പാച്ചസ് പോലെ ചെടികളൊക്കെ വളർന്ന് നിൽക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ആടുകൾ മേയുന്നുണ്ട് കേട്ടോ. കുറച്ച് കയറ്റവും കുറച്ച് ഇറക്കവും കുറച്ച് നിരപ്പ് ഭൂമിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് എത്തി കേട്ടോ. ലിദ്ദർ റിവർ ഇവിടെയും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഈ ഗുജ്ജറുകൾ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഈ മലയുടെ മുകളിൽ എല്ലായിടത്തും ഉണ്ട്. ബേസിക്കലി ഇവർ ആട് മേയ്ക്കാൻ വരുന്നതാണ്. ഈ മലയുടെ മുകളിലൊക്കെ കംപ്ലീറ്റ് ആടുകളാണ്. ഇവരുടെ ആടുകൾ അങ്ങോട്ട് പോകും. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാഴ്ച കണ്ടു കേട്ടോ. ഒരാൾ വന്നിട്ടേ ഈ ചെമ്മരിയാട്ടിൻ കൂട്ടത്തിൻ്റെ അടുത്ത് വന്നിട്ട് വിസിൽ വിളിച്ചു. അപ്പോൾ എല്ലാം പുല്ല് നിന്നിരുന്ന എല്ലാ ചെമ്മരിയാടും ഇതിൻ്റെ പുറകെ അങ്ങ് പോയി. ഭയങ്കര അനുസരണം കേട്ടോ. ട്രെയിൻഡാണെല്ലാം. മൂന്ന് മണിക്കൂറായി നമ്മൾ നടക്കുന്നത്. ഇപ്പോഴാണ് കേട്ടോ കുറച്ച് വെയിൽ വന്നത്. ഇതുവരെ ഫുള്ള് മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. അപ്പോൾ ഇപ്പോഴാണൊന്ന് സമാധാനമായത്. ഏത് നേരവും മഴ പെയ്യാന്നുള്ള ഒരു കണ്ടീഷനായിരുന്നു. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഹോം വാസ്. അപ്പോൾ ഇവിടെ ക്യാമ്പ് സെറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോഴല്ല, തിരിച്ചു വരുന്ന വഴി. ഇവിടെ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ളൊരു വാട്ടർ ക്രോസിംഗ് ആണ് കേട്ടോ. കുറച്ച് ഡേഞ്ചർ തന്നെ ഉണ്ടത്. അപ്പോൾ ഈ വാട്ടർ ക്രോസിങ്ങിലേ മഴ ഉണ്ടെങ്കിൽ ഭയങ്കര വെള്ളമായിരിക്കും. അപ്പോൾ പണ്ടെപ്പോഴോ ഒരു ഡോക്ടറും ഒരു ഗൈഡും ഇവിടെ വീണ് പോയിട്ടുണ്ട്. അവർ കിട്ടിയില്ലെന്നാണ് അറിഞ്ഞത്. ഒരു മരം കടപുഴുകി വീണ് കിടക്കുന്നതുണ്ടോ. അപ്പോൾ ഇനി കുറച്ച് ദൂരം റിവറിൻ്റെ സൈഡിൽ കൂടിയാണ് നമുക്ക് പോകാനുള്ളത്. നമ്മുടെ ക്യാമ്പ് സൈറ്റ് എത്താറായെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ പാറകളുടെ മുകളിലൂടെ ആയിട്ടോ നടത്താം. കേട്ടോ, ഫുള്ള് പാറയാണ്. പാറക്കൂട്ടങ്ങൾ കഴിഞ്ഞ് നമ്മൾ എത്തപ്പെട്ട സ്ഥലം കണ്ടോ. എൻ്റെ അമ്മോ, എന്താ ബ്യൂട്ടി. ആഹാ, ക്യാമ്പ് എത്തി. ഇതാ കാണുന്നതാണ് ക്യാമ്പ്. നമ്മളങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്യാമ്പ് സൈറ്റിലെത്തി. അതായത് സെക്കൻഡ് ക്യാമ്പ് സൈറ്റ്. ഈ ക്യാമ്പ് സൈറ്റിൻ്റെ പേരാണ് ഷെക്വാസ്. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. പിന്നിലും സൈഡിലും എല്ലായിടത്തും മഞ്ഞുമലകൾ. ഇതാണ് ഷെക്വാസ് ക്യാമ്പ് സൈറ്റ്. അവിടെ നമ്മൾ കുറച്ച് മുകളിലേക്ക് കയറി വെറുതെ ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ്. അപ്പോൾ ഉള്ള വ്യൂ ആണ് ഈ കാണുന്നത്. കണ്ടോ. നമ്മുടെ കൂടെ പോണി കൊണ്ടുവന്നതാണ് കേട്ടോ. നമ്മുടെ സാധനങ്ങളൊക്കെ പൊക്കി കൊണ്ടുവന്ന പോണിയായിട്ട് വന്ന ആൾക്കാരാണ്. അവരിത് ചീട്ടുകളിയാണ് അവിടെ. ഇത് നമ്മുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ടെൻ്റാണ് കേട്ടത്. കണ്ടോ. Buy something there, weekly once at least we go for a booze. Correct. Yeah. Booze our main item is because rum and side of the rum is. फिर 10 किलोमीटर चले तो लास्ट जो रहता है वहाँ पे SDRF की टीम आई थी, गाड़ी आई थी, तो हम निकल गए जब तक आसानी से. फिर हमें पता चला 1-2 महीने बाद जब हमने पता किया. അപ്പോൾ ഇവിടുത്തെ ടോയ്ലറ്റാണ് ഈ കാണുന്നത്. ടോയ്ലറ്റ് ടെൻ്റാണ് ഈ കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് അവിടെ ഒരു ടെൻ്റ് ഉണ്ട്, ഇത് മറ്റൊരു ടെൻ്റ്.
അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇവിടെതാ ഇതുപോലെ ഒരു കുഴി കുത്തിയിട്ടുണ്ട്. സൈഡിൽ കുറച്ച് മണ്ണും ഒരു ഷവൽ പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കാര്യം സാധിച്ചതിന് ശേഷം ഈ മണ്ണെടുത്ത് അവിടെ ഇട്ട് മൂടുക. ഓക്കെ. അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ നടന്നത് ഇന്നലെ 10 കിലോമീറ്ററും ഇന്ന് 6 കിലോമീറ്ററാണ്. ടോട്ടൽ 16 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തു. ഇന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ 6 തന്നെയാണോ എന്ന്. നമ്മൾ അതിൽ കൂടുതൽ നടന്ന് കാണും. അപ്പോൾ ഇന്നലെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മോഡറേറ്റ് ആണ്. ഇടയ്ക്ക് ക്ലൈംബ് വരും, പിന്നെ കുറച്ച് സമതലമുണ്ട്, പിന്നെ കുറച്ച് ഇറക്കം വരും, അങ്ങനെയായിരുന്നു. പക്ഷേ നമ്മൾ ഫസ്റ്റ് ഡേ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നല്ലൊരു ക്ലൈംബാണ്. അപ്പോൾ നമ്മൾ ബോഡി അക്ലൈമറ്റൈസ്ഡായി. പിന്നെ ഇന്നലെ ആകുമ്പോൾ നടന്ന് ഒരുവിധം ലെഗ്സൊക്കെ ആ ഒരു കണ്ടീഷനിലേക്ക് വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വലിയ കുഴപ്പം തോന്നിയില്ല കേട്ടോ, സ്റ്റീപ്പ് ക്ലൈംബാണെങ്കിലും. പക്ഷേ ഫുള്ള് സ്റ്റീപ്പ് ക്ലൈംബല്ല, കുറച്ച് കയറി കഴിയുമ്പോഴേക്കും പിന്നെ താഴത്തേക്കും പിന്നെ ഒരു പ്ലെയിൻസിലൂടെയൊക്കെയാണ് നടത്താം. പിന്നെ റിവർ ക്രോസിങ് വരുന്നുണ്ട് ഇന്ന് കുറച്ച് സ്ഥലങ്ങളിൽ, അത് മാത്രമാണ് പ്രത്യേകത. അപ്പോൾ ഈ എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ നമ്മൾ തർസാർ ലേക്കിലേക്ക് പോവുകയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലേക്കാണ്. അപ്പോൾ കീപ് വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.